അപ്പോൾ നമ്മളുടെ +2 ബയോളജി എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡയഗ്രാംസ് നമുക്ക് നോക്കിയാലോ. കാരണം ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഡയഗ്രാംസ് ഒഴിച്ച് നിർത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവാറില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡയഗ്രാംസും മിസ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കാം. സോ ഫസ്റ്റ് ഇതാണ് നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസിൽ നിന്ന് ഇതൊരു തവണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് എൻസൈമാണ് കട്ട് ചെയ്യുക, അതായത് ഏത് ഭാഗത്താണ് കട്ട് ചെയ്യുക. നമുക്കറിയാം ജിൻ്റെയും എൻ്റെയും ഇടയിലാണ് കട്ട് ചെയ്യുക. ആൻഡ് എന്താണ് ഈ സീക്വൻസിന്റെ പേര്? പാലിൻഡ്രോമിക് സീക്വൻസുകളാണ് അല്ലേ. അപ്പം ഇത് എക്സാമിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡയഗ്രം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇത് സ്ഥിരമായിട്ട് വരാറുണ്ട് കേട്ടോ. ഓക്കെ, ഏതാണ് ഈ ടെക്നിക്ക് എന്ന് ചോദിക്കാറുണ്ട്. ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ഇവിടെ നമ്മൾ ഏത് ജെല്ലാണ് ഉപയോഗിക്കുന്നത്? എഗാരോസ് ജെല്ലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്ക് ഡി എൻ എ ഫ്രാഗ്മെന്റ്സിനെ സൈസിന്റെ ബേസിൽ സെപ്പറേറ്റ് ചെയ്യാനാണ്. പിന്നെ ഈ സ്മോളസ്റ്റും ലാർജസ്റ്റും ഇവിടെ ഏത് ഫ്രാഗ്മെന്റ് ആണ്, ഇവിടെ ഏത് ഫ്രാഗ്മെന്റ് ആണ്, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഗാരോസ് ജെല്ലാണ് എടുക്കുന്നത്. ആ ജെല്ലിന്റെ സീവിങ് പ്രോപ്പർട്ടിയിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? തിന്നായിട്ടുള്ള ഫ്രാഗ്മെന്റ്സിന് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എന്തുകൊണ്ടാണ് ഇവർ ഓപ്പോസിറ്റ് മൂവ് ചെയ്യുന്നത്? കാരണം ഡി എൻ എ നെഗറ്റീവ്ലി ചാർജ് ആണ്, ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യണത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ സ്വന്തം ക്ലോണിംഗ് വെക്ടറിന്റെ ബേസിസിൽ ഇത് അടയാളപ്പെടുത്താനും വരയ്ക്കാനും വന്നിട്ടുള്ള ചോദ്യങ്ങൾ കുറവാണ്. പക്ഷേ ഇത് തന്നിട്ട് ഏതാണ് ഈ ക്ലോണിംഗ് വെക്ടർ, ഇതിന് എത്ര റെസ്ട്രിക്ഷൻ സൈറ്റുകൾ ഉണ്ട്, പിന്നെ ഇതിന് ഒരു ക്ലോണിംഗ് വെക്ടറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഒറൈ സീക്വൻസ് എന്തിനാണ്, അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഇതിൽ ഏതൊക്കെയാണ് സെലക്ടബിൾ മാർക്കേഴ്സ്, ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ സ്വന്തം PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇവിടെ ഈ 3 സ്റ്റെപ്പുകൾ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഏതാണ് ഈ ടെക്നോളജി, എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ, എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആംപ്ലിഫൈ ദ കോപ്പീസ് ഓഫ് DNA ആണ്. 3 സ്റ്റെപ്പുകൾ ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ ആണ്. പിന്നെ നമ്മുടെ ബയോ റിയാക്ടർ, അതിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ സ്റ്റിർഡ് ടാങ്കും അതേപോലെ തന്നെ നമ്മളുടെ സ്പാജ്ഡ് സ്റ്റിർഡ് ടാങ്കും. ഇതിൽ നിങ്ങൾക്ക് ഇത് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആരും ഇതുവരെ വരാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ആൻഡ് ഇതിൽ ഇനി ഇത്തവണ ഇത് വരായികയില്ല. അപ്പോൾ അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ ബയോടെക്നോളജി ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഡയഗ്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണ്, ഇത് പ്രോ ഇൻസുലിൻ ആണ്, ഇത് മെച്യൂർ ഇൻസുലിൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഏതാണ്, എ പെപ്റ്റൈഡ്, ബി പെപ്റ്റൈഡ്, പിന്നെ ആരാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏത് കമ്പനിയാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചോദിക്കും. എലി കമ്പനി അവരെന്താണ് ചെയ്തതെന്നുള്ളതും ചോദിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ടേം ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കിയാലോ. ഓക്കെ, ഇവിടെ ഇത് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ലൈൻ ഓഫ് ഡെഹിസെൻസിന്റെ ഭാഗം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രമാണ്, നമ്മുടെ E²MT എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഡയഗ്രം ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഇത് മൈക്രോസ്പോർ മദർ സെല്ലാണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ഡയഗ്രം ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്പോറോജീനസ് ടിഷ്യൂ ആണ്. കാരണം ഇത് വളരെ യങ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പോറോജീനസ് ടിഷ്യൂ ആണ്. പിന്നെ ഇവിടെ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഈ ഡയഗ്രം ആണെങ്കിൽ ഇത് മൈക്രോസ്പോർ മദർ സെല്ലാണ്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തത് നമ്മുടെ പോളൻ ഗ്രെയിൻ. മെച്യൂർ ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിന് 2 സെല്ല് ഉണ്ടാവും. ലാർജ് വെജിറ്റേറ്റീവ് സെല്ലും സ്മോൾ ജനറേറ്റീവ് സെല്ലും. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഒവ്യൂൾ, ഈ ടൈപ്പ് ഓഫ് തലകുത്തനെ നിൽക്കുന്ന ഒവ്യൂളാണ് അനട്രോപ്പസ് ഒവ്യൂൾ. ഈ ഡയഗ്രത്തിന്റെ ഓരോ ഭാഗങ്ങളും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മൈക്രോപൈല്, അതിന്റെ ഓപ്പോസിറ്റ് ചലാസ, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എംബ്രിയോ സാക്കും, അതിന് ചുറ്റുമുള്ള സെൽസ് നെയിം ചെയ്തിരിക്കുന്നത് നമ്മുടെ ന്യൂസെല്ലസും ആണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഡയഗ്രാംസ് വരാൻ ചാൻസ് ഉള്ള കേട്ടോ. ഇനി നമ്മുടെ എംബ്രിയോ സാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് ആയിട്ടുള്ള എംബ്രിയോ സാക്ക്. ഇതിൽ നമ്മുടെ ഫില്ലിഫോം എപ്പാരറ്റസും അതിൻ്റെ ഫംഗ്ഷൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. എഗ്ഗും സൈനർജിഡ്സിനെയും ചേർത്ത് നമ്മൾ പറയുന്നതാണ് എഗ് എപ്പാരറ്റസ്. പിന്നെ നമ്മുടെ സെൻട്രൽ സെല്ലിൻ്റെ അകത്ത് ഈ ലാർജ് സെല്ലാണ് നമ്മുടെ സെൻട്രൽ സെൽ. അതിനകത്ത് കാണുന്ന ആളാണ് നമ്മുടെ പോളാർ ന്യൂക്ലിയൈ. പിന്നെ ഇതൊരു തവണ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഇത് പോസ്റ്റ് ഫെർട്ടിലൈസേഷനിലുള്ള എംബ്രിയോ സാക്കാണ്. എന്നിട്ട് നമ്മുടെ കുട്ടികൾ ആർക്കൊക്കെ എന്ത് ചെയ്തു, ഇത് മാർക്ക് ചെയ്ത് മാറിപ്പോയി. മക്കൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ഡീജനറേറ്റിംഗ് ആന്റിപോഡൽസും ഡീജനറേറ്റിംഗ് സൈനർജിഡ്സും ആണ്. കാരണം ഇവിടെ പ്രൈമറി എൻഡോസ്പോം സെൽ, സെൻട്രൽ സെൽ എന്തായിട്ട് മാറി, പ്രൈമറി എൻഡോസ്പോം സെല്ലായിട്ട് മാറി. പിന്നെ നമ്മുടെ പോളാർ ന്യൂക്ലിയൈ ഒക്കെ മാറി ഫെർട്ടിലൈസേഷന് ശേഷം പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ആയിട്ടുണ്ട്. അപ്പം ഇത് രണ്ടുമായിരുന്നു മാർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആന്റിപോഡൽസ് എന്നും സൈനർജിഡ്സ് എന്നും മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ശരിയാവില്ല. അത് ഡീജനറേറ്റിംഗ് സൈനർജിഡും ഡീജനറേറ്റിംഗ് ആന്റിപോഡൽസും ആണ്. പിന്നെ ഒരു തവണ വന്നതായിരുന്നു സസ്പെൻസർ. ഇത് നമ്മൾ
ശ്രദ്ധിക്കാതെ വിടുന്ന ഒരാളായതുകൊണ്ട് ഇത് നോക്കാം. പിന്നെ അതാ നമ്മുടെ സൈഗോട്ടിന്റെ ഷേപ്പ്, സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മെച്യൂർ എംബ്രിയോ നോക്കാം കേട്ടോ. ഇനി നമ്മുടെ ഡൈക്കോട്ട് എംബ്രിയോയും മോണോക്കോട്ട് എംബ്രിയോയും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ഡൈക്കോട്ട് എംബ്രിയോ. പക്ഷേ കഴിഞ്ഞ തവണ എന്തോ മോണോക്കോട്ട് എംബ്രിയോ ചോദിച്ചു. ഇത് നമ്മുടെ റെമനൻസ് ഓഫ് കോട്ടിലിഡൺ എപ്പിബ്ലാസ്റ്റ്. പിന്നെ കോളിയോപ്റ്റൈൽ കോളിയോറൈസ, ഇത് മോണോക്കോട്ടിന് മാത്രമേ ഉള്ളൂ. സിംഗിൾ കോട്ടിലിഡൺ ഓഫ് ഗ്രാസ് ഫാമിലിയിൽ നമ്മൾ സ്ക്യൂട്ടൽ എന്ന് പറയും. പിന്നെ അതാ ബാക്കിയുള്ള ആൾക്കാരെ നോട്ട് ചെയ്ത് വെക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ നമ്മളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. ഈ ഭാഗം നോട്ട് ചെയ്ത് വെക്കണം, ശ്രദ്ധിക്കണം. ഇതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ അനുസരിച്ച് റിപ്പീറ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും നോട്ട് ചെയ്യാം. പിന്നെ ഇതും അതേപോലെ ശ്രദ്ധിക്കാത്തൊരു സാധനമാണ്. അപ്പം ഈ പെരിഫറിയിൽ ഇങ്ങനെ കാണുന്നത് ആരാണ്? നമ്മുടെ സ്പെർമാറ്റോഗോണിയാണ്. അവരിങ്ങനെ മെച്ചുറേഷൻ നടന്നത്, സ്പെർമാറ്റോജെനിസിസ് നടന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് അത് സ്പെർമാറ്റോസോവ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള സെൽസ് ആണ് നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ്, അവരാണ് ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ അതാ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ് നമ്മുടെ സെർട്ടോളി സെൽസ്. അതെങ്ങനെയാണ് ഇപ്പോൾ തിരിച്ചറിയാം? സെർട്ടോളി സെൽസിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്പേമ തലയിട്ടിരിക്കുന്ന കാണുന്നില്ലേ, നറിഷ്മെൻറ്റ് എടുക്കാൻ. അപ്പോൾ അത് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നിങ്ങൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്ഥിരമായി ചോദിക്കാറുള്ള ഡയഗ്രാമാണ്. പിന്നെ നമ്മുടെ ഇത് അത്ര സ്ഥിരമല്ല, നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിലുള്ള സെക്ഷനാണ്. അത് ഏറ്റവും പെരിഫറിയിൽ സ്പെർമാറ്റോഗോണിയ. പിന്നെ നമ്മുടെ സെർട്ടോളി സെൽസിനെ നിങ്ങൾക്ക് കാണാം. സെർട്ടോളി സെൽസിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ സ്പേമിന് നറിഷ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സെർട്ടോളി സെൽസ് കേട്ടോ. സെർട്ടോളി സെൽസ് ഇതിൻ്റെ അടുത്തേക്ക് നമ്മുടെ സ്പേമിന്, ഇതും നമ്മുടെ സെർട്ടോളി സെല്ലാണ്. സെർട്ടോളി സെൽസിൻ്റെ അടുത്തേക്ക് നറിഷ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന നമ്മുടെ സ്പേമിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ രണ്ട് ആൾക്കാരാണേ. ഓക്കെ, പിന്നെ നമ്മുടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, ഇവരെല്ലാം ഈ ഒരു പിക്ചർ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ സ്പേം, ഇത് നിങ്ങൾക്ക് അത്രയും കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും സ്പേമിൻ്റെ ഡയഗ്രാം. പിന്നെ ഇത് മിസ് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്ഡേറ്റഡ് ആണ്. ഇത് പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓവം എന്നായിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025, 2026 ടെക്സ്റ്റ് ബുക്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് സെക്കൻഡറി ഊസൈറ്റ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ പ്രൈമറി ഫോളിക്കിൾ ഉണ്ട്, ഇവിടെ ആൻട്രം എന്ന് പറഞ്ഞ ക്യാവിറ്റി വന്നാൽ ദാറ്റ് വിൽ ബി ടെർഷ്യറി ആൻഡ് ദിസ് ഇസ് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് സെക്കൻഡറി യൂസായിട്ട് പുറത്തു വരുന്നു. ആൻഡ് ഇത് എപ്പോഴും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഡയഗ്രാം. ഒരു മലയാണെന്നുണ്ടെങ്കിൽ പ്രൊജസ്റ്റിറോൺ, 2 മലയാണെന്നുണ്ടെങ്കിൽ ഈസ്ട്രോജൻ. ഓക്കെ, പിന്നെ പീക്ക് അടിക്കുന്നത് നമ്മുടെ LH സർജ് കാരണം, മറ്റേത് FSH. ഓവത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കൊറോണ റേഡിയേറ്റർ കാണാം. ഈ ഒരു സാധനം നമ്മുടെ സോണ പെല്ലുസിഡ, അതിൻ്റെ ഉള്ളിൽ പെരി വിറ്റലൈൻ സ്പേസ് ഉണ്ട്. ദെൻ ബ്ലാസ്റ്റോ സിസ്റ്റം, ഈ 2 സെൽസും ഇതും ഇതിൻ്റെ ഫങ്ഷൻസും ചോദിക്കാറുണ്ട്. ഇത് നമ്മുടെ ഇന്നർ സെൽ മാസും അതിന് പുറമേ ആയിട്ട് നമുക്ക് കാണുന്നത് നമ്മുടെ ട്രോഫോബ്ലാസ്റ്റ് ആണ്. ട്രോഫോബ്ലാസ്റ്റ് അറ്റാച്ച്മെൻറ്റിനും ഇന്നർ സെൽമാസ് എംബ്രിയോ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇത് ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇതാ നമ്മുടെ യോക്സാക്ക്, അതേപോലെ തന്നെ പ്ലാസൻ്റയുടെ വില്ലൈ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പം വന്നുകൂടായികയില്ല. ഇത് എക്സാമിന് എപ്പോഴും വരുന്ന ഒരു ഡയഗ്രാമാണ് നമ്മുടെ കോപ്പർ ടി എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു കോൺട്രസെപ്റ്റീവ് ആക്ഷൻ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഈ കോപ്പർ അയോൺസ് സ്പേമിൻ്റെ മോട്ടിലിറ്റിയും ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും ഇല്ലാണ്ടാക്കും. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള വാസെക്ടമി, ട്യൂബെക്ടമി. ഇവിടെ ഫാലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യും, ഇവിടെ വാസ് ഡിഫറൻസ് കട്ട് ആൻഡ് ടൈ ചെയ്യും. പെർമനൻറ്റ് മെത്തേഡാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ +2 ബയോളജിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഡയഗ്രാംസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസിൻ്റെ കാര്യം നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഡയഗ്രാംസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് പഠിക്കാനില്ല. കുറച്ച് ഡയഗ്രാംസ് മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെയാണെന്നുള്ള മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏജ് പിരമിഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. ഒരു 90 above അത്രയും % നമുക്ക് ചാൻസ് ഉള്ളതാണ്. കാരണം എപ്പോഴും എല്ലാ തവണയും എക്സാമിൻ്റെ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നോക്കി വെച്ചോ. ഇതിൽ ഓരോന്നും ഈ ഒരു ആ കളർ ഡിഫറൻസ് ഒക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക. ഓരോന്നും ഏതാണ് പ്രീ റീപ്രൊഡക്റ്റീവ് ദെൻ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്. അപ്പോൾ ഈ പോപ്പുലേഷൻ എന്താണ് സംഭവിക്കുക, അത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ കൂടുന്നു, ഇവിടെയാണെങ്കിൽ പോപ്പുലേഷൻ കൂടുന്നില്ല കുറയുന്നില്ല, ദെൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. പിന്നെ അതേപോലെ തന്നെ ഇത് ജസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. നേറ്റാലിറ്റി അഥവാ ബർത്ത് റേറ്റ് കൂട്ടുന്നു, ഇമിഗ്രേഷൻ എന്താ ചെയ്യുന്നത് കൂട്ടുന്നു, മോർട്ടാലിറ്റിയും എമിഗ്രേഷനും ആണ് എന്ത് ചെയ്യുന്നത്, മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ ഡെത്ത് റേറ്റ്, അതേപോലെ തന്നെ എമിഗ്രേഷൻ ഇവിടെ നിന്ന് പോകുന്നൊക്കെയാണ് കുറയ്ക്കുന്ന ആൾക്കാർ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കിവിടെ ഒരു ഗ്രാഫ് പഠിക്കാനുണ്ട്, നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസ് 2 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഇതും മക്കളെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വട്ടവും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നോക്കി വെച്ചോളൂ. ഇതിൽ 2 എണ്ണമാണ് ഉള്ളത്, ഒന്ന് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് മോഡലും പിന്നെ അതേപോലെ തന്നെ എസ് ഷേപ്പിലുള്ളത് എന്നാണ് നമ്മുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ. അപ്പോൾ 2 എണ്ണം എന്ത് ചെയ്യണം, നന്നായിട്ട് നോക്കി ആലോചിച്ച് വെച്ച് പഠിക്കണം. ഓക്കെ റെഡി. അപ്പോൾ ഈ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അതായത് കുറച്ച് ഇങ്ങനത്തെ ഡയഗ്രാംസ് നോക്കുകയാണെങ്കിൽ കുറവേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, മാരത്തോണൊക്കെ നന്നായിട്ട് കാണണം. അതേപോലെ തന്നെ അതിൽ നിന്ന് വരുന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഡയഗ്രാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ഡയഗ്രാംസ് ആണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഹലോ മക്കളെ, നമ്മുടെ +2 ബയോളജിയിലെ 4 ചാപ്റ്റേഴ്സ് മോളിക്കുലാർ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, എവല്യൂഷൻ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. അപ്പോൾ ഈ 4 ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഡയഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഡയഗ്രാം വെച്ചിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ മോളിക്കുലാർ ബേസിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഈ ബോണ്ടിൻ്റെ ഡയഗ്രാം നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളോട് ബോണ്ട് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ഡയഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് തരാം. അതുകൂടാതെ തന്നെ നമ്മുടെ സെൻട്രൽ ഡോഗ്മ നോട്ട് ചെയ്യണം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, റിപ്ലിക്കേഷൻ, അതുകൂടാതെ തന്നെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനും കൂടി നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഐഡന്റിഫൈ ദ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഏത് എക്സ്പെരിമെന്റ് ആണ്, സെമി കൺസർവേറ്റീവ് പാറ്റേൺ ഓഫ് റിപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ മിസൽസൺ ആൻഡ് സ്റ്റോളിന്റെ എക്സ്പെരിമെന്റ്. ദെൻ ഇത് ഒരു ബോളിൽ ഇങ്ങനെ എന്തോ ചുറ്റിക്കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ ന്യൂക്ലിയോസോം ആണ് തന്നിട്ടുള്ളത് അല്ലേ, ഇത് ന്യൂക്ലിയോസോമിന്റെ ഡയഗ്രാം ആണ്. ഇനി നെക്സ്റ്റ് ഇത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള വൈ ഷേപ്ഡ് സ്ട്രക്ചർ ആണെങ്കിൽ ഇത് നമ്മുടെ റിപ്ലിക്കേഷൻ ഫോക്ക് ആണ്. ഇത് നിങ്ങളോട് ലേബിൾ ചെയ്യാനുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ലീഡിങ് സ്ട്രാൻഡിനെ ഇവിടെയും കൊടുക്കും, ലാഗിങ് സ്ട്രാൻഡിനെ ഇങ്ങോട്ടും കൊടുക്കും. അപ്പോൾ ഇങ്ങോട്ടും മാറിയിട്ട് ചോദിക്കാനാണ് ചാൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് മക്കൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, അപ്പോൾ പ്രൊമോട്ടർ ആദ്യം വരുന്നത് പ്രൊമോട്ടർ, നടുവിൽ വരുന്നത് സ്ട്രക്ചറൽ ജീൻ, ദെൻ ടെർമിനേറ്റർ. 5' to 3' ഡയറക്ഷൻ ആണെങ്കിൽ ടെംപ്ലേറ്റ് ആണ്, ദെൻ 3' to 5' ഡയറക്ഷൻ ആണെങ്കിൽ ടെംപ്ലേറ്റ് ആണ്, 5' to 3' ഡയറക്ഷൻ ആണെങ്കിൽ കോഡിംഗ് ആണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ലേബിൾ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് പഠിക്കണം. പിന്നെ ഇത് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏത് പ്രോസസ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ RNA, അതായത് ഇവിടെ ക്യാപ്പിംഗ് കാണാം, അതുപോലെ തന്നെ പോളി അഡിനൈലേഷൻ കാണാൻ വേണ്ടി പറ്റും, സ്പ്ലൈസിങ്ങും കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏതായിരിക്കും, പ്രോസസ്സിംഗ് ഓഫ് RNA ആണ് വരുന്നത്, ക്യാപ്പിങ്ങും ടെയിലിങ്ങും സ്പ്ലൈസിങ്ങും വരുന്നത്. ഇനി ഇത് 2 വലിയ വലിയ ഉണ്ടകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിയത് നമ്മുടെ റൈബോസോം ആണ്. അപ്പോൾ റൈബോസോം വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ലേഷൻ. അപ്പോൾ ഈ ഡയഗ്രാം നോട്ട് ചെയ്ത് വെക്കണം. ഡയഗ്രാം തന്നിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ദിസ് വൺ, ഇത് നോക്കുമ്പോൾ സിഗ്മ ഫാക്ടർ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പുതുതായിട്ട് ഒരു RNA ഇങ്ങനെ വരുന്നത് കാണാം. അങ്ങനെ RNA വരുന്നതും അതുപോലെ തന്നെ സിഗ്മ ഫാക്ടറിനെയും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതിൻ്റെ സ്റ്റെപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. ഇവിടെ നിങ്ങൾ ക്യാപ്പിംഗ്, പോളി അഡിനൈലേഷൻ, സ്പ്ലൈസിംഗ് എന്ന് കണ്ടാൽ പ്രോസസ്സിംഗ് ആണ്. ഇവിടെ സിഗ്മ ഫാക്ടർ ഒക്കെ ഉണ്ടായിരിക്കും. സിഗ്മ ഫാക്ടറും റോ ഫാക്ടറിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അതെന്തായിരിക്കും, ട്രാൻസ്ക്രിപ്ഷനിൽ വരും. പിന്നെ നമ്മുടെ ലാക്കോപ്രോൺ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ആൻഡ് ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. എന്നിട്ട് ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇവന്മാരെ തരില്ല. ഓക്കെ, സെഡും അതുപോലെ തന്നെ വൈ തരുന്നതും അതുപോലെ എ തരുന്ന സ്ട്രക്ചറൽ ജീൻസ് തരുന്ന പ്രോഡക്ട്സിൻ്റെ പേര് തരില്ല, അതിന് പകരം ഇവിടെ A, B, C എന്ന് തരും. ഓക്കെ, അങ്ങനെയായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കുക. അതുകൂടാതെ ഇതിൻ്റെ ഇൻഡ്യൂസർ ആരാന്ന് ചോദിക്കുക. അപ്പോൾ ആര് എഴുതണം, ലാക്ടോസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മോളിക്കുലാർ ബേസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഡയഗ്രാംസ്. ഇനി നമ്മുടെ എവല്യൂഷൻ നോക്കുന്ന സമയത്ത് എവല്യൂഷനിൽ ഇവന്മാരെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം 4 limbs ഓഫ് മാമൽസ് ആണ്, ഇത് ഹോമലോഗസ് ആണ്. ഇവർ ഏത് ടൈപ്പ് ഓഫ് എവല്യൂഷൻ കാണിക്കും, ഡൈവേർജന്റ് എവല്യൂഷൻ കാണിക്കും. അതേപോലെ തന്നെ ഡൈവേർജന്റ് എവല്യൂഷൻ അല്ലെങ്കിൽ ഹോമലോഗസ് സ്ട്രക്ചർ ആണ് ബൊഗേൻവില്ലയുടെ തോണും കുക്കുബിറ്റിന്റെ ടെൻട്രൽസും. ഓക്കെ, ഇനി അടുത്തത് ഈ കുരുവികളുടെ ചുണ്ട് കണ്ടാൽ നോട്ട് ചെയ്ത് വെക്കണം. ഇതെന്താണ്, അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് എഴുതേണ്ടത്. ഓക്കെ, അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യണം. പിന്നെ ഈ ഒരു ഗ്രാഫ് നമ്മുടെ നേച്ചുറൽ സെലക്ഷൻ 3 ടൈപ്പാണ്. മീൻ വാല്യൂവിൽ വരികയാണെങ്കിൽ അത്
അതെന്തായിരിക്കും? സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആണ്. ഒരു ഡയറക്ഷനിലോട്ട് മാത്രം ഗ്രാഫ് ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഡയറക്ഷണൽ സെലക്ഷൻ. ഇത് സ്റ്റെബിലൈസിങ് ആണ് കേട്ടോ ആദ്യത്തെ. ഇനി ഗ്രാഫിന് 2 കൊമ്പ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഡിസ്ക്രിപ്റ്റീവ് സെലക്ഷൻ ആണ്. അപ്പോൾ ഗ്രാഫ് തന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ ഇത് നമ്മുടെ യൂറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ മില്ലേഴ്സ് എക്സ്പെരിമെന്റിൽ ഇവന്മാരെ ചിലപ്പോൾ നിങ്ങൾക്ക് തരില്ല. ഓക്കെ, എന്നിട്ട് ഇവന്മാരെ പേര് എഴുതണം. CH4, NH3, വാട്ടർ വേപ്പർ ആൻഡ് ഹൈഡ്രജൻ. ഇതായിരുന്നു നമ്മുടെ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് തന്നിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. റെഡി? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്നതിലുള്ളത്. ഇനി നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് നോക്കിയാൽ അവിടെ ചിലപ്പോൾ വളരെ റെയർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഡ്രഗ്സിൻ്റെ പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഇവിടെ കുറേ റിങ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാതെ മോർഫിനാണ്. ഓക്കെ, മോർഫിൻ ആണ്. ഇങ്ങനെ ഒരു പ്ലാന്റ് കണ്ടാൽ അത് ഒപ്പിയം പോപ്പിയാണ്. പെപ്പേവർ സൊംനിഫറം എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇനി ഒരൊറ്റ റിങ് മാത്രമാണെങ്കിൽ ഇതാരായിരിക്കും? കനാബിനോടാണ്. പിന്നെ നമ്മുടെ പപ്പായുടെ ഇല പോലെ കാണുകയാണെങ്കിൽ അതെന്തായിരിക്കും? കനാബിസ് സറ്റൈവയാണ്. ഓക്കെ, ഇനി ഈ ഡയഗ്രാം തന്നിട്ട് ഏത് ഡിസീസ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് എന്ന് എഴുതാം. ക്രോണിക് ഇൻഫ്ലമേഷൻ ഇൻ ലോവർ ലിംസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇത് ഓക്കെ, അതായത് കറക്റ്റ് ആയിട്ടുള്ള വൈ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് അല്ലേ? ഇത് നമ്മുടെ ആന്റിബോഡിയുടെ സ്ട്രക്ചർ ആണ്. ഇത് നിങ്ങളോട് ലേബിൾ ചെയ്യാൻ ചോദിക്കും. ഏതാണ് ഹെവി ചെയിൻ, ഏതാണ് ലൈറ്റ് ചെയിൻ, ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. അപ്പോൾ ഈ 3 ആൾക്കാരുടെ പേര് എന്ത് ചെയ്യണം? ആന്റിബോഡിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ്. ഇനി നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തരും. ഓക്കെ, അതായത് ഈ ഒരു പെഡിഗ്രി ചാർട്ട് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ട്രേറ്റ് ആണെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അപ്പോൾ ആദ്യത്തെ നമുക്കറിയാം ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണ്. രണ്ടാമതാണെങ്കിൽ ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ആണ്. അപ്പോൾ രണ്ടാമത്തിന് എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയ. ഒന്നാമതാണെങ്കിൽ മയോട്ടോണിക് ഡിസ്ട്രോഫി. ഇനി ഇത് നമ്മുടെ ടെസ്റ്റ് ക്രോസ് ആണ്. അപ്പോൾ ടെസ്റ്റ് ക്രോസിൻ്റെ ഡയഗ്രാം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇങ്ങനെ ഒരു ഡയഗ്രാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഇവിടെ പിങ്ക് കളർ കിട്ടുകയാണെങ്കിൽ ഓക്കെ, സൂക്ഷിച്ച് നോക്കുക. പിങ്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ നോട്ട് ചെയ്യണം അതെന്തായിരിക്കും? നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് തരുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം എല്ലാവരും ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നിട്ടുള്ളത്. സോ 100% നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? ടോൾ പ്ലാന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ഇവിടെ തന്നിട്ടുള്ള ഡയഗ്രാം എന്ന് പറയുന്നത് മോണോ ഹൈബ്രിഡ് ആണ്. അപ്പോൾ ഇൻകംപ്ലീറ്റും മോണോ ഹൈബ്രിഡും മാറരുത്. ഇൻകംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ പിങ്ക് കളർ ഫ്ലവർ എന്ന് കണ്ടാൽ ഇൻകംപ്ലീറ്റ് ആണ്. ദെൻ ഇങ്ങനെ തരികയാണെങ്കിൽ അതെന്തായിരിക്കും? ഇവിടെ 3:1, 1:2:1. അപ്പോൾ എന്തായിരിക്കും? അത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് വരുന്നത്. പിന്നെ ഈ ക്രോമസോമൽ ഡിസീസസ് അല്ലെങ്കിൽ ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ ഓരോ ഡിസോർഡേഴ്സിൻ്റെയും പിക്ചേഴ്സ് തരും. അപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം അത് ക്ലൈനിഫെൽറ്റർ സിൻഡ്രോം ആണ്. പെൺകുട്ടികളാണെങ്കിൽ എന്തായിരിക്കും? ടർണർ സിൻഡ്രോം ആണ്. ഇനി ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വരുന്നത് ഇങ്ങനെ ഒരു ചെറിയ കുട്ടീനെ തരികയാണെങ്കിൽ അതെന്തായിരിക്കും? ഡൗൺ സിൻഡ്രോം ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഈ 3 എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. സോ ഇത്രയുമാണ് നമ്മുടെ ഈ 4 ചാപ്റ്റേഴ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മോളിക്കുലാർ ബേസിസ് ഒക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.